നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും വാർത്താ ചാനലുകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. എന്താണെന്നറിയാമോ? GST 2.0. ഈ ഒറ്റ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ്? വില കുറഞ്ഞു, ഇനി സാധനങ്ങൾ വാങ്ങുമ്പോൾ കീശ കാലിയാകില്ല, ജീവിതം സുഖമായി മുന്നോട്ട് കൊണ്ടുപോകാം, ഇങ്ങനെയൊക്കെ ആയിരിക്കും. ശരിയാണ്, ഒരു പരിധിവരെ അത് സത്യമാണ്. പക്ഷെ ഈ കഥയ്ക്ക് ഒരു മറുവശം കൂടിയുണ്ട്. നമ്മൾ കേൾക്കാത്ത, ആരും പറയാത്ത ചില കാര്യങ്ങൾ. ഉദാഹരണത്തിന്, കേരളം ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾ ഈ പുതിയ GST പരിഷ്കരണത്തിൽ വലിയ സാമ്പത്തിക നഷ്ടം നേരിടുന്നു എന്ന് പറയുന്നു. ഏകദേശം 8,000 കോടിയുടെ നഷ്ടം വരെ ചില സംസ്ഥാനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്താണ് ഇതിന് പിന്നിലെ സത്യം? ഇത് ശരിക്കും ജനങ്ങൾക്ക് ഗുണകരമായ ഒരു നീക്കം തന്നെയാണോ, അതോ വെറും കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രം മാത്രമാണോ? ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക. നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് നിങ്ങൾ ആരും ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. GSTയുടെ പുതിയ ഘടനയെക്കുറിച്ച് ഒരു ചെറിയ വിവരണം നൽകാം. മുമ്പ് നമുക്ക് 5%, 12%, 18%, 28% എന്നിങ്ങനെ 4 സ്ലാബുകളാണ് ഉണ്ടായിരുന്നത്. ഇത് പലപ്പോഴും സാധനങ്ങളുടെ വില നിർണ്ണയിക്കുന്നതിനും വ്യാപാരികൾക്കും വലിയ ആശയക്കുഴപ്പങ്ങളാണ് ഉണ്ടാക്കിയത്. എന്നാൽ ഇപ്പോൾ സർക്കാർ കാര്യങ്ങളൊക്കെ ലളിതമാക്കിയിരിക്കുകയാണ്. പ്രധാനമായിട്ടും 2 സ്ലാബുകളാണ് ഇപ്പോഴുള്ളത്: 5%, 18%. ഇതിനു പുറമെ പുകയില, മദ്യം, ആഡംബര കാറുകൾ തുടങ്ങിയ ചില പ്രത്യേക ഉൽപ്പന്നങ്ങൾക്ക് 40% എന്നൊരു പുതിയ സ്ലാബും അവതരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് GST 2.0 എന്ന് വിളിക്കാം. ഈ മാറ്റത്തിലൂടെ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടായിരിക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങൾ മുതൽ വീട്ടുപകരണങ്ങൾ വരെ, മരുന്ന് മുതൽ യാത്രാ സൗകര്യങ്ങൾ വരെ വില കുറയും. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ രാജ്യത്ത് ഒരു വലിയ മാറ്റത്തിന് തുടക്കമിട്ടു എന്ന് നിസ്സംശയം തന്നെ പറയാം. GST 2.0 വന്നതോടെ എന്തൊക്കെ സാധനങ്ങളുടെ വില കുറഞ്ഞു എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് നിത്യോപയോഗ സാധനങ്ങളാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത പല സാധനങ്ങൾക്കും വില കുറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് പാല്, ചപ്പാത്തി, പൊറോട്ട തുടങ്ങിയ ആവശ്യ വസ്തുക്കൾക്കൊക്കെ നികുതി പൂർണ്ണമായിട്ടും ഒഴിവാക്കി. പിന്നെ വെണ്ണ, നെയ്യ്, പനീർ, ചീസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്കും 5% നികുതി മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പാസ്ത, ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്, കോൺഫ്ലെക്സ് അങ്ങനെ തുടങ്ങിയ പാക്കേജ് ചെയ്ത ഭക്ഷണങ്ങൾക്കൊക്കെ 5% നികുതി തന്നെ. പിന്നെ നേരത്തെ 12% നികുതി ഉണ്ടായിരുന്ന ബദാം, കശുവണ്ടി, പിസ്ത തുടങ്ങിയവയ്ക്ക് ഇപ്പോൾ 5% GST മാത്രമേ ഉള്ളൂ. അതായത് ഡ്രൈ ഫ്രൂട്ട്സ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇനി കൂടുതൽ സന്തോഷിക്കാം. പിന്നെ ഈ എണ്ണ, ഷാംപൂ, ടൂത്ത് പേസ്റ്റ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്കൊക്കെ വില കുറയും. ഐസ്ക്രീമുകൾക്ക് 18% നിന്ന് 5% നികുതി കുറച്ചതും ഒരു വലിയ മാറ്റമാണ്. ഇത് നമ്മുടെ പ്രതിമാസ ബഡ്ജറ്റിനെ ഗണ്യമായി സ്വാധീനിക്കും. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള മിക്കതിനും ഇതാണ് അവസ്ഥ. പല വിദഗ്ധരും പറയുന്നത് ഒരു സാധാരണ കുടുംബത്തിന് പ്രതിവർഷം 3,000 രൂപയോ അതിലധികമോ ഒക്കെ നിത്യോപയോഗ സാധനങ്ങളിൽ മാത്രം ലാഭിക്കാമെന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത് വാഹനങ്ങളും ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളും. നമ്മളിൽ പലരുടെയും സ്വപ്നമാണ് ഒരു പുതിയ കാറോ വലിയ TV ഒക്കെ വാങ്ങുക എന്നത്. GST 2.0 ഇവിടെയും വലിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. 1200cc പെട്രോൾ, 1500cc ഡീസൽ എഞ്ചിനുകളുള്ള ചെറിയ കാറുകൾക്ക് മുമ്പ് 28% GST ആയിരുന്നു എന്ന് ഇപ്പോൾ അത് 18% കുറച്ചു. കൂടെ ഉണ്ടായിരുന്ന സെസ് പൂർണ്ണമായിട്ട് ഒഴിവാക്കി. ഇത് മാരുതി ഓൾട്ടോ പോലെയുള്ള കാറിനൊക്കെ ഏകദേശം 1 ലക്ഷം രൂപയാണ് കുറയാൻ സാധിക്കുക. പിന്നെ റെഫ്രിജറേറ്ററുകൾ, AC, TV തുടങ്ങിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്ക് മുമ്പ് 28% നികുതിയായിരുന്നു. ഇപ്പോൾ അത് 18% കുറച്ചു. ഒരു വലിയ TV വാങ്ങുമ്പോൾ 5,000 മുതൽ 10,000 രൂപ വരെ ലാഭിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആരോഗ്യവും യാത്രാ സൗകര്യങ്ങളും. സാധാരണക്കാരന് ഏറ്റവും വലിയ ആശ്വാസം നൽകുന്ന മറ്റൊരു മേഖലയാണത്. ജീവരക്ഷാ മരുന്നുകൾക്കും മെഡിക്കൽ ഉപകരണങ്ങൾക്കൊക്കെ നികുതി ഒഴിവാക്കുകയോ അല്ലെങ്കിൽ 5% കുറയ്ക്കുകയൊക്കെ ചെയ്തു. ഇത് ചികിത്സാ ചെലവ് കുറയ്ക്കാൻ സഹായിക്കും. ലൈഫ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾക്ക് മുമ്പ് 18% നികുതിയായിരുന്നു ഉണ്ടായിരുന്നത്. അത് പൂർണ്ണമായിട്ട് നിർത്തലാക്കി. ഒരു 20,000 രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ നിങ്ങൾക്ക് ഏകദേശം 3,600 രൂപ വരെ ലാഭിക്കാം. പിന്നെ 7,500 രൂപയിൽ താഴെ വാടകയുള്ള ഹോട്ടൽ മുറികൾക്ക് 12% നിന്നും 5% നികുതി കുറച്ചു. കൂടാതെ എക്കണോമി വിമാന ടിക്കറ്റുകൾക്കും 5% നികുതി മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ രാജ്യത്ത് ഒരു പുതിയ ഉപഭോഗ സംസ്കാരത്തിനാണ് വഴിയൊരുക്കുക. പ്രത്യേകിച്ചും വരാനിരിക്കുന്ന ഉത്സവ സീസണുകളിലൊക്കെ ഇത് വലിയൊരു ഉപകാരമാവും. അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം, എല്ലാ സാധനങ്ങൾക്കും വില കുറഞ്ഞോ? ഇല്ല. ഇവിടെയാണ് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ഈ മാറ്റത്തിൽ ചില കാര്യങ്ങൾ കൂടുതൽ ചെലവേറിയതായി മാറിയിട്ടുണ്ട്.
പുകയില ഉൽപ്പന്നങ്ങൾ, പാൻ മസാല, എയറേറ്റഡ് പാനീയങ്ങൾ, ആഡംബര കാറുകൾ തുടങ്ങിയവയ്ക്ക് 40% എന്ന ഉയർന്ന നികുതിയാണ് ചുമത്തിയത്. ചൂതാട്ടം, ഓൺലൈൻ ഗെയിമിംഗ്, കാസിനോകൾ, കുതിരപ്പന്തയം എന്നിവയ്ക്കൊക്കെ 40% നികുതിയുണ്ട്. ഇത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയും ഇതിൽ താല്പര്യമുള്ളവരെയും വലിയ രീതിയിൽ ബാധിക്കും. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം 2500 രൂപയിൽ കൂടുതലുള്ള വസ്ത്രങ്ങൾക്കാണ്. ഇവയ്ക്ക് മുമ്പ് 12% നികുതിയായിരുന്നത് ഇപ്പൊ 18% വർദ്ധിപ്പിച്ചു. ഇവിടെയാണ് നയപരമായ ഒരു മാറ്റം കാണാൻ നമുക്ക് സാധിക്കുന്നത്. അതായത് സർക്കാർ നിത്യോപയോഗ സാധനങ്ങൾക്കും സാധാരണക്കാർക്ക് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കും ഒക്കെ നികുതി കുറപ്പിച്ച് ആഡംബര വസ്തുക്കൾക്കും സമൂഹത്തിൽ ദോഷകരമായ പ്രവണതകൾക്കും ഉയർന്ന നികുതി ചുമത്തിയിരിക്കുന്നു. ഇത് സർക്കാരിന്റെ ഒരു വലിയ നയപരമായ നീക്കമായിട്ടാണ് തോന്നുന്നത്. ഇവിടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ ആ ഹൂക്ക് പോയിന്റിലേക്ക് തിരിച്ചു വരുന്നത്. GST 2.0 ശരിക്കും ജനങ്ങൾക്ക് ഗുണകരമാണോ? കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ ഈ മാറ്റത്തിൽ എന്തുകൊണ്ടാണ് ആശങ്കപ്പെടുന്നത്? GST എന്നത് ഒരു ഏകീകൃത നികുതി വ്യവസ്ഥയാണ്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു എന്നതിനേക്കാൾ കൂടുതൽ എവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നതിനാണ് പ്രാധാന്യം. GST വന്നപ്പോൾ ഉൽപാദന സംസ്ഥാനങ്ങളെക്കാൾ ഉപഭോഗ സംസ്ഥാനങ്ങൾക്കാണ് കൂടുതൽ വരുമാനം ലഭിച്ചത്. കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനം മാത്രമാണ്. അതുകൊണ്ട് തന്നെ GST കേരളത്തിന് ഗുണകരമായിരുന്നു. എന്നാൽ ഇപ്പോൾ GST നിരക്കുകൾ കുറച്ചപ്പോൾ അതിന്റെ നഷ്ടം നമുക്ക് നേരിട്ട് സംസ്ഥാന സർക്കാരുകൾക്കാണ് വരുന്നത്. ഉദാഹരണത്തിന് 28% ഉണ്ടായിരുന്ന ഒരു ഉൽപ്പന്നത്തിന്റെ നികുതി 18% കുറച്ച ആ 10% നഷ്ടം കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും തുല്യമായി പങ്കിടേണ്ടി വരും. അതായത് സംസ്ഥാന ഖജനാവിലേക്ക് വരേണ്ട പണത്തിന്റെ ഒഴുക്ക് കുറയും. കൂടാതെ ആഡംബര വസ്തുക്കൾക്ക് 40% നികുതി ഏർപ്പെടുത്തിയപ്പോൾ അതിന്റെ വരുമാനം ഒരു പരിധിവരെ കേന്ദ്രത്തിന് മാത്രം ലഭിക്കുന്ന തരത്തിലുള്ള ചില നിയമങ്ങൾ നിലവിലുണ്ട്. ഇത് സംസ്ഥാനങ്ങൾക്ക് ദോഷകരമായി ബാധിക്കും. ഇതിന്റെ കുഴപ്പം എവിടെയാണെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ ഉയർന്ന വരുമാനം നേടുന്നത് പ്രധാനമായിട്ടും ഉപഭോഗ നികുതികളിൽ നിന്ന് മാത്രമാണ്. ഇലക്ട്രോണിക്സ്, വാഹനങ്ങൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിൽ നിന്നാണ് വലിയൊരു വരുമാനം ലഭിച്ചിരുന്നത്. ഈ ഉൽപ്പന്നങ്ങൾക്ക് നികുതി കുറച്ചപ്പോൾ സ്വാഭാവികമായും സംസ്ഥാനത്തിന് ലഭിക്കുന്ന വരുമാനവും കുറഞ്ഞു. അപ്പൊ എന്താ ചെയ്യേണ്ടത്? പുതിയ വരുമാന മാർഗം കണ്ടെത്തണം. അതുകൊണ്ട് തന്നെ കേരള സർക്കാർ പറയുന്നത് ശരിയാണ്, ഈ പുതിയ മാറ്റം ജനങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം, പക്ഷെ ഇത് സംസ്ഥാനത്തിന്റെ വരുമാനത്തെ ഗുരുതരമായി ബാധിക്കും. ഇത് സംസ്ഥാനത്തുള്ള വികസന പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിച്ചേക്കാം. അതിന് സംസ്ഥാന സർക്കാരുകൾ എന്ത് ചെയ്യണം? പുതിയ പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തണം. GST 2.0 എന്ന പുതിയ പരിഷ്കാരം നമ്മുടെ രാജ്യത്ത് ഒരു വലിയ സാമ്പത്തിക മാറ്റത്തിന് തുടക്കമിട്ടു എന്ന് നിസ്സംശയം പറയാം. സാധാരണക്കാർക്ക് അവരുടെ നിത്യജീവിതത്തിലെ ചെലവുകൾ കുറയ്ക്കാൻ ഇത് സഹായിക്കും. പ്രത്യേകിച്ചും മധ്യവർഗത്തിനും ദരിദ്രർക്കും വലിയ സാമ്പത്തിക ലാഭം തന്നെയാണ് ലഭിക്കുക. പക്ഷേ ഈ മാറ്റത്തിന് ഒരു മറുവശമുണ്ട്. സംസ്ഥാന സർക്കാരുകൾ, പ്രത്യേകിച്ചും ഉപഭോക്തൃ സംസ്ഥാനങ്ങൾ, നമ്മുടെ കേരളം വലിയ സാമ്പത്തിക നഷ്ടം നേരിട്ടേക്കാം. ഇത് ഭാവിയിൽ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെയും വികസന പ്രവർത്തനങ്ങളെയും എങ്ങനെ ബാധിക്കുമെന്നത് കണ്ടറിയേണ്ട ഒരു വിഷയമാണ്. ഈ മാറ്റം ഒരു നീണ്ട കാലത്തേക്കുള്ള ഒരു തന്ത്രമാണോ അതോ തിരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമാണോ? എന്തായാലും ഉപഭോക്താവ് എന്ന നിലയിൽ നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. പക്ഷെ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കേണ്ടതും അത്യാവശ്യമാണ്. അത് ചിന്തിക്കേണ്ടത് നമ്മുടെ സംസ്ഥാന സർക്കാരുകളാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? GST 2.0 ഒരു വിപ്ലവകരമായ മാറ്റമാണോ അതോ സംസ്ഥാനങ്ങൾക്ക് ദോഷകരമായ ഒരു നീക്കമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി.